शिक्षयेत् शिष्यमाचार्य शौचमादौ विशेषतः तथा गुरुकुलाचारान् सर्वानपि शुभोत्तरान्. ആചാര്യ ശിഷ്യം, ഗുരു ശിഷ്യനെ വിശേഷതഃ വിശേഷിച്ച് ആദൗ ആദ്യമായി ശൗചം ശുചിത്വത്തെ ശിക്ഷയേത് പഠിപ്പിക്കണം. തഥാ അപ്രകാരം ശുഭോത്തരാൻ സർവാൻ ഗുരുകുലാചാരാൻ അഭി ആദൗ ശിക്ഷയേത്, ശുഭങ്ങളായ ഗുരുകുലത്തിലെ എല്ലാ ആചാരങ്ങളെയും ആദ്യമായി പഠിപ്പിക്കണം. അപ്പോൾ ഗുരുകുലത്തിലേക്ക് വന്ന ശിഷ്യനെ ആദ്യം പഠിപ്പിക്കേണ്ടത് ശുചിത്വമാണ്. ശുചിത്വത്തെക്കുറിച്ച് ഗുരു തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ശരീരശുദ്ധി വളരെ പ്രാധാന്യമുള്ളതാണ്. വസ്ത്രശുദ്ധി. അപ്പോൾ ഗുരുകുലത്തിലേക്ക് വന്ന ശിഷ്യന് വസ്ത്രം എങ്ങനെയാണ് വൃത്തിയായിട്ട് വെക്കേണ്ടത് എന്നൊക്കെ ഗുരുവിൽ നിന്ന് പഠിക്കണം. ശരീരം എങ്ങനെയാണ് വൃത്തിയായിട്ട് വെക്കേണ്ടത്, രാവിലെയും വൈകിട്ടുമുള്ള സ്നാനം അത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, ഇതൊക്കെ ഗുരുവിൽ നിന്ന് പഠിക്കുന്നു ആദ്യമായിട്ട്. അപ്പോൾ ഗുരുവിൽ നിന്ന് ആദ്യം പഠിക്കുന്നത് സംസ്കൃതമോ അതുപോലെയുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങളൊന്നുമല്ല. ഒരു ഗുരുകുലത്തിലെ ആചാരങ്ങളാണ് ആദ്യം പഠിക്കുന്നത്. ആ ആചാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൃത്തിയായ ജീവിതം എന്നുള്ളത്. ആ വൃത്തി എന്നത് ശരീരത്തിൻ്റെ വൃത്തിയോടൊപ്പം തന്നെ പരിസരത്തിൻ്റെ വൃത്തി, മനസ്സിൻ്റെ വൃത്തി ഒക്കെ അതിൽ വരുന്നുണ്ട്. ശുചിത്വം അതൊക്കെ ഗുരു പഠിപ്പിച്ചു കൊടുക്കുന്നു. പിന്നെ വേറെ എന്താണ് ഗുരുകുലത്തിലെ ആചാരങ്ങൾ എന്ന് പറയുന്നത്? ഒരു ഗാർഹിക ജീവിതത്തിലെ ആചാരങ്ങളല്ല ഒരു ഗുരുകുലത്തിലെ ആചാരം. അവിടെ ലളിതമായ അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. അവിടുത്തെ വിദ്യാർത്ഥികളെല്ലാം ശിഷ്യന്മാരെല്ലാം ലളിതമായ ഇടത്താണ് കിടക്കുന്നത്. ഒരു പായയെ കാണും, തലയണ ഉണ്ടായിരിക്കില്ല. അപ്പൊ അതിൽ കിടക്കണം. ഭക്ഷണം പാചകം ചെയ്യുന്നതും ലളിതമായ രീതിയിലും പ്രൗഢമായ സദ്യകളൊന്നുമില്ലാതെ തന്നെയാണ്. അപ്പൊ അത് ശുചിത്വത്തോടുകൂടി ചെയ്യാൻ കഴിയണം. അതൊക്കെ അത് മൂത്ത ശിഷ്യന്മാര് ഗുരുവിൻ്റെ അടുത്തുണ്ടായിരിക്കും, സീനിയർ ശിഷ്യന്മാര്. അവരിത് ചെയ്യുന്നത് കണ്ട് ചെറിയ തലമുറയിൽപ്പെട്ടവർ പഠിക്കുന്നത്. അപ്പൊ അവർ അർപ്പണത്തോടു കൂടി ചെയ്യുന്നത് കണ്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. ശുചിത്വം, പിന്നെ അവിടുത്തെ ആചാരങ്ങളെല്ലാം അത് കണ്ടു പഠിക്കുന്നതാണ്, കേട്ടു പഠിക്കുന്നതിന് മുമ്പായിട്ട്.